ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്ത് നമുക്ക് പറയാനുള്ളത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് എന്നൊരു ഭാഗമാണ്. എന്താണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് എന്ന് നോക്കാം. സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ് ആർ ഇഷ്യൂഡ് ബൈ ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ബാങ്കുകളും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഇഷ്യൂ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞാൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്. ഇറ്റ് ഈസ് ഇഷ്യൂഡ് മെയിൻലി ടു ഓഗ്മെൻറ്റ് ഫണ്ട്സ് ബൈ അട്രാക്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് ഫ്രം കോർപ്പറേറ്റുകളിൽ നിന്നും ഡെപ്പോസിറ്റുകൾ അട്രാക്റ്റ് ചെയ്യുന്ന വേണ്ടിയിട്ടും ഹൈ നെറ്റ്വർത്ത് ഉള്ള ഇൻഡിവിജ്വൽസിൽ നിന്നും ട്രസ്റ്റുകളിൽ നിന്നും ഫണ്ടുകൾ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. ദ ഇഷ്യൂ ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് റീച്ച്ഡ് എ ഹൈ ഇൻ ദ ലാസ്റ്റ് 2 years ആസ് ബാങ്ക്സ് ഫേസ്ഡ് വിത്ത് റെഡ്യൂസിംഗ് ഡെപ്പോസിറ്റ് ബേസ്ഡ് സെക്യൂർഡ് ഫണ്ട്സ് ബൈ ദീസ് മീൻസ്. അതായത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സിൻ്റെ ഇഷ്യൂ എന്നുള്ളത് കഴിഞ്ഞ 2 വർഷമായിട്ട് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഹൈ ആണ്. ദാറ്റ് മീൻസ് വിത്ത് ബാങ്ക്സ് ഫേസ്ഡ് വിത്ത് റെഡ്യൂസിംഗ് ഡെപ്പോസിറ്റ് ബേസ്ഡ് സെക്യൂർഡ് ഫണ്ട്സ് ബൈ ദീസ് മീൻസ്. അതായത് ബാങ്കുകളുടെ റെഡ്യൂസിംഗ് ഡെപ്പോസിറ്റുകൾ സെക്യൂർ ചെയ്യപ്പെട്ടത് ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റുകളുടെ ഇഷ്യൂവിൽ കൂടെയാണ്. ദ ഫോറിൻ ആൻഡ് പ്രൈവറ്റ് ബാങ്ക്സ് എസ്പെഷ്യലി വിച്ച് ഡു നോട്ട് ഹാവ് ലാർജ് ബ്രാഞ്ച് നെറ്റ്വർക്കുകൾ ഇല്ലാത്ത ഫോറിൻ ആൻഡ് പ്രൈവറ്റ് ബാങ്കുകൾ ഹെൻസ് ഹാവ് എ ലോവർ ഡെപ്പോസിറ്റ് ബേസ് യൂസ് ദിസ് ഇൻസ്ട്രുമെൻറ്റ് ടു റേസ് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സാധാരണഗതിയിൽ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റുകൾ യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. ദ ഫോറിൻ ആൻഡ് പ്രൈവറ്റ് ബാങ്ക്, ഫോറിൻ ബാങ്കുകൾ, പ്രൈവറ്റ് ബാങ്കുകൾ, അതുപോലെ തന്നെ എസ്പെഷ്യലി വിച്ച് ഡു നോട്ട് ഹാവ് ലാർജ് ബ്രാഞ്ച് നെറ്റ്വർക്കുകളില്ലാത്ത ഫോറിൻ ബാങ്കുകളോ പ്രൈവറ്റ് ബാങ്കുകളോ അതുപോലെ തന്നെ ലോവർ ഡെപ്പോസിറ്റ് ബേസുള്ള ഇത്തരത്തിലുള്ള ബാങ്കുകളോ സാധാരണഗതിയിൽ ഫണ്ടുകൾ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് എന്നുള്ളത് ഉപയോഗിക്കാറുണ്ട്. സോ ദീസ് ആർ ഇഷ്യൂഡ് ബൈ ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ബാങ്കുകളും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഇഷ്യൂ ചെയ്യുന്ന ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇഷ്യൂഡ് മെയിൻലി ടു ഓഗ്മെൻറ്റ് ഫണ്ട്സ് ബൈ അട്രാക്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് ഫ്രം കോർപ്പറേറ്റുകളിൽ നിന്നും ഡെപ്പോസിറ്റ്സുകൾ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഇത് യൂട്ടിലൈസ് ചെയ്യുന്നത്. കോർപ്പറേറ്റുകളിൽ നിന്നും ഡെപ്പോസിറ്റ്സുകൾ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിൽ നിന്നും ട്രസ്റ്റുകളിൽ നിന്നും ഫണ്ടുകൾ അട്രാക്റ്റ് ചെയ്യുന്നതിനാണ് നോർമലി ഇത് ഉപയോഗിക്കാറ്. ദ ഇഷ്യൂ ഓഫ് സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ് റീച്ച്ഡ് എ ഹൈ ഇൻ ദ ലാസ്റ്റ് 2 years. ലാസ്റ്റ് 2 വർഷമായിട്ട് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സിൻ്റെ ഇഷ്യൂ എന്നുള്ളത് ഹൈ ആണ്. ഫേസ്ഡ് വിത്ത് റെഡ്യൂസിംഗ് ഡെപ്പോസിറ്റ് ബേസ്ഡ് സെക്യൂർഡ് ഫണ്ട്സ് ബൈ ദീസ് മീൻസ്. ദ ഫോറിൻ ആൻഡ് പ്രൈവറ്റ് ബാങ്ക്സ് എസ്പെഷ്യലി വിച്ച് ഡു നോട്ട് ഹാവ് ലാർജ് ബ്രാഞ്ച് നെറ്റ്വർക്കുകൾ ഇല്ലാത്ത ഫോറിൻ ബാങ്കുകളും പ്രൈവറ്റ് ബാങ്കുകളും അതുപോലെ തന്നെ ഹെൻസ് ലോവർ ഡെപ്പോസിറ്റ് ബേസ് യൂസ് ദിസ് ഇൻസ്ട്രുമെൻറ്റ് ടു റേസ് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇൻസ്ട്രുമെൻറ്റുകളാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കാറ്. ഇനി സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കാം. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ആർ ഫ്രീലി ട്രാൻസ്ഫറബിൾ ആഫ്റ്റർ 45 days ഓഫ് ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ കഴിഞ്ഞ് 45 ദിവസത്തിന് ശേഷം സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റുകൾ ഫ്രീ ആയിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സോ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ആർ ഫ്രീലി ട്രാൻസ്ഫറബിൾ ആഫ്റ്റർ 45 days ഓഫ് ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ കഴിഞ്ഞ് 45 ദിവസത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. Certificate of deposits are issued in the form of use promissory notes with maturity ranging from 7 days to 1 year. 7 മുതൽ 1 വർഷം വരെയുള്ള മെച്യൂരിറ്റി പീരീഡിലേക്കുള്ള യൂസൻസ് പ്രൊമിസറി നോട്ടുകളായിട്ട് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സിനെ ഇഷ്യൂ ചെയ്യാം. സോ CDs ആർ ഇഷ്യൂഡ് ഇൻ ദ ഫോം ഓഫ് യൂസൻസ് പ്രൊമിസറി നോട്ടുകളുടെ രൂപത്തിൽ CDs നമുക്ക് ഇഷ്യൂ ചെയ്യാം. വിത്ത് മെച്യൂരിറ്റി റേഞ്ചിങ് ഫ്രം 7 days to 1 year. 7 ദിവസം മുതൽ 1 വർഷം വരെയുള്ള പീരീഡിലേക്ക് മെച്യൂരിറ്റി പീരീഡിലുള്ള ഡേയ്സിലേക്ക് പ്രൊമിസറി നോട്ടുകളായിട്ട് CDs നമുക്ക് ഇഷ്യൂ ചെയ്യാം. CDs are short-term instrument issued by banks and financial institutions to raise large amount of money. അതുപോലെ തന്നെ ലാർജ് എമൗണ്ട് ഓഫ് മണി റേസ് ചെയ്യാൻ വേണ്ടി ബാങ്കുകളും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഇഷ്യൂ ചെയ്യുന്ന ഒരു ഷോർട്ട് ടേം മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് CDs അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. 4ാമത് പറയുന്നത് ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ബാങ്ക്സ് ഇൻ മൾട്ടിപ്പിൾസ് ഓഫ് ₹1 lakh സബ്ജക്ട് ടു എ മിനിമം ഇഷ്യൂ ഓഫ് ₹1 lakh. ചുരുങ്ങിയത് 1 ലക്ഷം രൂപയുടെയാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യാറ്. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ബാങ്കുകളാണ് ഇഷ്യൂ ചെയ്യുന്നത് ഇൻ മൾട്ടിപ്പിൾസ് ഓഫ് ₹1 lakh. 1 ലക്ഷം രൂപയുടെ മൾട്ടിപ്പിൾസുകളായിട്ടാണ് ഇഷ്യൂ ചെയ്യാറ്. സബ്ജക്ട് ടു എ മിനിമം ഇഷ്യൂ ഓഫ് ₹1 lakh. 1 ലക്ഷം രൂപ മിനിമം ഇഷ്യൂ സബ്ജക്റ്റഡ് ആയിട്ടുള്ള മൾട്ടിപ്പിൾസ് ഓഫ് ₹1 lakh ആയിട്ടാണ് ബാങ്കുകൾ ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സുകൾ ഇഷ്യൂ ചെയ്യുന്നത്. ഇനി 5ാമത് പറയുന്നത് ദ മിനിമം മെച്യൂരിറ്റി പീരീഡ് ഓഫ് എ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഈസ് ബിറ്റ്വീൻ 7 days ആൻഡ് 1 year. അതായത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിൻ്റെ മിനിമം മെച്യൂരിറ്റി പീരീഡ് എന്നുള്ളത് 7 ദിവസം മുതൽ 1 വർഷം വരെയാണ്.
CDs are freely transferable after 45 days of the date of issue. ഡേറ്റ് ഓഫ് ഇഷ്യൂ കഴിഞ്ഞ് 45 ദിവസത്തിനുള്ളിൽ ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ദേ ആർ ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് ടു ഫേസ് വാല്യൂ. ഫേസ് വാല്യൂവിന് മുകളിൽ ഒരു ഡിസ്കൗണ്ട് ആയിട്ട് ഇത് ഇഷ്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇറ്റ് ഈസ് റീപേയബിൾ ഓൺ എ ഫിക്സഡ് ഡേറ്റ് വിത്തൗട്ട് ഗ്രേസ് ഡേയ്സ്. ഗ്രേസ് ഡേയ്സുകളില്ലാതെ ഒരു ഫിക്സഡ് ഡേറ്റിൽ നമുക്കിത് റീപേ ചെയ്യാൻ പറ്റും. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റുകൾ ഗ്രേസ് ഡേയ്സ് ഇല്ലാതെ ഒരു ഫിക്സഡ് ഡേറ്റിൽ നമുക്കിത് ചെയ്യാം, റീപേ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് ഗ്രേസ് ഡേയ്സ് ഇല്ലാതെ ഒരു ഫിക്സഡ് ഡേറ്റിൽ തന്നെ അത് റീപേ ചെയ്യണം. അതായത് അതിനെന്തില്ല, അധികം ദിവസം അവിടെ കൊടുക്കില്ല, നിശ്ചിത ദിവസത്തിൽ തന്നെ ഫിക്സഡ് ഡേറ്റിൽ തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് റീപേ ചെയ്യേണ്ടതായിട്ട് വരുന്ന അർത്ഥം. CDs ആർ സബ്ജക്ട് ടു സ്റ്റാമ്പ് ഡ്യൂട്ടി അപ്ലിക്കബിൾ ടു യൂസൻസ് പ്രൊമിസറി നോട്ട്. പ്രൊമിസറി നോട്ടിൻ്റെ പോലെ തന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി എന്തിലുണ്ട്, CDസിനുണ്ട്. ബാങ്ക്സ് ആർ പെർമിറ്റഡ് ടു ഗ്രാൻഡ് ലോൺസ് ഓൺ CDs. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സിൻ്റെ ബേസിൽ ലോണുകൾ ഗ്രാൻഡ് ചെയ്യാൻ ബാങ്കുകൾക്ക് പെർമിഷൻ നൽകിയിട്ടുണ്ട്. ഇനി ഇതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെൻ്റാണ് കൊമേഴ്സ്യൽ ബിൽ എന്ന് പറയുന്നത്. എന്താണ് കൊമേഴ്സ്യൽ ബിൽ എന്ന് നോക്കാം. ദ ബിൽ ഓർ ദ ഡിസ്കൗണ്ട് മാർക്കറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് മണി മാർക്കറ്റ്. മണി മാർക്കറ്റിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഡിസ്കൗണ്ട് മാർക്കറ്റ് അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ബിൽ എന്ന് പറയുന്നത്. ബിൽ മാർക്കറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു മീറ്റ് ദ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽസ്, ഫേംസ് ആൻഡ് ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെയും ഫേമിൻ്റെയും ഇൻഡിവിജ്വൽസിൻ്റെയും ഷോർട്ട് ടേം ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റുകൾ മീറ്റ് ചെയ്യാൻ ബിൽ മാർക്കറ്റ് എന്നുള്ളത് ഹെൽപ്ഫുള്ളാണ്. ദ കൊമേഴ്സ്യൽ ബാങ്ക്സ് ക്യാൻ ഇൻവെസ്റ്റ് ദെയർ സർപ്ലസ് ഫണ്ട് ഇൻ ദീസ് ബിൽസ് പ്രോഫിറ്റബിളി. കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് അവരുടെ സർപ്ലസ് ഫണ്ടുകൾ ഈ ബില്ലിൽ പ്രോഫിറ്റബിളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ദേ ക്യാൻ ആൾസോ ഡിസ്പോസ് ദീസ് ബിൽസ് ഈസിലി ഓർ ക്യാൻ ബി റീഡിസ്കൗണ്ടഡ് ഇറ്റ് വിത്ത് ദ സെൻട്രൽ ബാങ്ക്. അവർക്ക് ഈ ബില്ലുകൾ ഡിസ്പോസ് ചെയ്യാനോ അതല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിൽ റീഡിസ്കൗണ്ട് ചെയ്യാനോ സാധിക്കും. ടു ഒപ്റ്റെയിൻ ദ ഫണ്ട് ഒപ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി സെൻട്രൽ ബാങ്കിൽ റീഡിസ്കൗണ്ട് ചെയ്യാനോ ഡിസ്പോസ് ചെയ്യാനോ സാധിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. മെനി ടൈപ്സ് ഓഫ് ബിൽസ് ആർ ഇൻ സർക്കുലേഷൻ ഇൻ ദ ബിൽ മാർക്കറ്റ് സച്ച് ആസ് ഡിമാൻഡ് ആൻഡ് യൂസൻസ് ബിൽ, ക്ലീൻ ബിൽസ്, ഇൻലാൻഡ് ആൻഡ് ഫോറിൻ ബിൽസ് എക്സെട്ര. ബിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മെനി ടൈപ്സ് ഓഫ് ബില്ലുകളുണ്ട്. പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ ഡിമാൻഡ് ആൻഡ് യൂസൻസ് ബില്ല്, ക്ലീൻ ബില്ല്, ഇൻലാൻഡ് ആൻഡ് ഫോറിൻ ബില്ല് എന്നിവയൊക്കെയാണ്. കൊമേഴ്സ്യൽ ബിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ദ ബിൽ ഓർ ദ ഡിസ്കൗണ്ട് മാർക്കറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് മണി മാർക്കറ്റ്. മണി മാർക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ബിൽ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് മാർക്കറ്റ് എന്ന് പറയുന്നത്. ബിൽ മാർക്കറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു മീറ്റ് ദ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽസ്, ഫേംസ് ആൻഡ് ദ ഗവൺമെൻറ്. ഇൻഡിവിജ്വൽസിൻ്റെയും ഫേമുകളുടെയും ഗവൺമെൻറ്റിൻ്റെയും ഷോർട്ട് ടേം ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റുകൾ മീറ്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള മാർക്കറ്റാണ് ബിൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ദ കൊമേഴ്സ്യൽ ബാങ്ക്സ് ക്യാൻ ഇൻവെസ്റ്റ് ദെയർ സർപ്ലസ് ഫണ്ട് ഇൻ ദീസ് ബിൽസ് പ്രോഫിറ്റബിളി. കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് അവരുടെ സർപ്ലസ് ഫണ്ടുകൾ ബില്ലിൽ പ്രോഫിറ്റബിളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ദേ ക്യാൻ ആൾസോ ഡിസ്പോസ് ദീസ് ബിൽസ് ഈസിലി ഓർ ക്യാൻ ബി റീഡിസ്കൗണ്ടഡ് ഇറ്റ് വിത്ത് ദ സെൻട്രൽ ബാങ്ക് ടു ഒപ്റ്റെയിൻ ഫണ്ട് ഒപ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി സെൻട്രൽ ബാങ്കിൽ റീഡിസ്കൗണ്ട് ചെയ്യുകയോ ഈസി ആയിട്ട് ഡിസ്പോസ് ചെയ്യാനോ സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മെനി ടൈപ്സ് ഓഫ് ബിൽസ് ആർ ഇൻ സർക്കുലേഷൻ ഇൻ ദ ബിൽ മാർക്കറ്റ് സച്ച് ആസ് ഡിമാൻഡ് ആൻഡ് യൂസൻസ് ബിൽസ്, ക്ലീൻ ബിൽസ്, ഇൻലാൻഡ് ആൻഡ് ഫോറിൻ ബിൽസ് എക്സെട്ര. അടുത്ത് പറഞ്ഞൊരു ടേമാണ് റിവേഴ്സ് റിപ്പോ ആൻഡ് റിപ്പോ. റിപ്പോ ആൻഡ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്. റിപ്പോ എന്ന് പറഞ്ഞാൽ എന്താണ്? റിപ്പോ ഈസ് ദ സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് ടൈഡ് ടു എൻ എഗ്രിമെൻറ്റ് ടു ബൈ ദ സെക്യൂരിറ്റീസ് ബാക്ക് ലേറ്റർ. സെക്യൂരിറ്റീസ് പിന്നീട് വാങ്ങാമെന്ന എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് സെക്യൂരിറ്റിയുടെ മുകളിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് സെൽക്കുന്നതാണ് റിപ്പോ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. എ റിവേഴ്സ് റിപ്പോ ഈസ് ദ പർച്ചേസ് ഓഫ് എ സെക്യൂരിറ്റി ടൈഡ് ടു എൻ എഗ്രിമെൻറ്റ് ടു സെൽ ബാക്ക് ഇറ്റ് ലേറ്റർ. സെൽ ബാക്ക് ചെയ്യാമെന്ന എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് സെക്യൂരിറ്റി പർച്ചേസ് ചെയ്യുന്നതാണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്. അതായത് കൊമേഴ്സ്യൽ ബാങ്ക് റിവേഴ്സ് റിപ്പോ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? കൊമേഴ്സ്യൽ ബാങ്കുകളിൽ നിന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പണം ബോറോ ചെയ്യുന്ന റേറ്റാണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്. മറ്റേതാണെന്നുണ്ടെങ്കിലോ റിപ്പോ എന്ന് പറഞ്ഞാലോ കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കടം കൊടുക്കുന്ന റേറ്റാണ് റിപ്പോ എന്ന് പറയുന്നത്. സോ റിപ്പോ ഈസ് ദ സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് ടൈഡ് ടു എൻ എഗ്രിമെൻറ്റ് ടു ബൈ ദ സെക്യൂരിറ്റീസ് ബാക്ക് ലേറ്റർ. സെക്യൂരിറ്റീസ് പിന്നീട് വാങ്ങാം എന്നുള്ള ഗ്യാരണ്ടീൻ്റെ പുറത്ത് സെക്യൂരിറ്റികൾ വിൽക്കുന്ന ഒരു നിശ്ചിത റേറ്റിന് വിൽക്കുന്ന ഒരു സിസ്റ്റമാണ് റിപ്പോ എന്ന് പറയുന്നത്. റിവേഴ്സ് റിപ്പോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പർച്ചേസ് ഓഫ് എ സെക്യൂരിറ്റി ടൈഡ് ടു എൻ എഗ്രിമെൻറ്റ് ടു സെൽ ബാക്ക് ലേറ്റർ. പിന്നീട് വിൽക്കാം എന്നുള്ള എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് സെക്യൂരിറ്റികൾ എന്ത് ചെയ്യുക ചെയ്യുന്നത്? സെക്യൂരിറ്റികൾ വാങ്ങുന്ന ഒരു റേറ്റാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കൊമേഴ്സ്യൽ ബിൽ മാർക്കറ്റ് എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്താണെന്ന് പറഞ്ഞു, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു, പിന്നെ റിപ്പോ ആൻഡ് റിവേഴ്സ് റിപ്പോ എന്നും പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ
ത്രൂ ഔട്ട് കാണുക. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, കൊമേഴ്സ്യൽ ബില്ല്, ഫീച്ചേഴ്സ്, റിപ്പോ ആൻഡ് റിവേഴ്സ് റിപ്പോ. ഓക്കെ, താങ്ക് യു.